എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മൈതാന മധ്യത്തിൽ ചെന്നൈയുടെ തോൽവിക്ക് പിന്നാലെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന സുരേഷ് റെയ്നയും ഹൃദയം തകർന്ന് വിങ്ങിപ്പൊട്ടി ധോണിയുടെ പാദങ്ങളിൽ തൊട്ട് വണങ്ങുന്ന സാക്ഷിയും കണ്ടു നിൽക്കുന്ന ആരുടെയും ഉള്ളുലയ്ക്കുന്ന കണ്ണു നനയിക്കുന്ന അത്യന്തം വൈകാരികമായൊരു കാഴ്ചയായിരുന്നു അത്. ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും ഭയപ്പെട്ടിരുന്ന ആ ദിനം വന്നെത്തിയിരിക്കുന്നു. മഞ്ഞക്കുപ്പായത്തിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ ക്രിക്കറ്റ് മൈതാനത്ത് നാം അവസാനമായി കണ്ടിരിക്കുന്നു. IPL 2026 ചെന്നൈയുടെ സ്വന്തം MA ചിദംബരം സ്റ്റേഡിയത്തിൽ അവസാന പന്തുമെറിഞ്ഞു തീർന്നപ്പോൾ ചെന്നൈ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കുകയും ടൂർണമെന്റിൽ നിന്ന് പൂർണ്ണമായും പുറത്താവുകയും ചെയ്തിരുന്നു. എന്നിട്ടും സ്വന്തം തട്ടകത്തിലെ അവസാന മത്സരത്തിനു ശേഷം മൈതാനത്തെ വലം വെച്ച് ആരാധകരെ അഭിവാദ്യം ചെയ്യുക എന്ന IPL കാലത്തെ ആചാരം കാത്തുസൂക്ഷിക്കാൻ തങ്ങളുടെ പ്രിയപ്പെട്ട തലയെ ഒരൊറ്റ നോക്ക് കാണാൻ ഒരൊറ്റ ആരാധകൻ പോലും ഗാലറിയിൽ നിന്ന് എഴുന്നേറ്റു പോകാതെ ആ സ്റ്റേഡിയം മുഴുവൻ മഞ്ഞക്കടലായി അക്ഷമയോടെ കാത്തുനിൽക്കുകയായിരുന്നു. ധോണി മൈതാനത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇത്തവണ കളിക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആ മാന്ത്രികന്റെ സാന്നിധ്യത്തിനായി ഓരോരുത്തരും കാത്തിരുന്നു. ചെന്നൈ ടീം പരാജയപ്പെട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് സങ്കട കണ്ണുനീർ ഒഴുകുകയായിരുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് വെറുമൊരു മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് ചെന്നൈ ടീമിനെ പടുത്തുയർത്തിയ ആ ഇതിഹാസ നായകനു വേണ്ടി ഈ IPL കിരീടം നേടുക എന്ന വലിയ പ്രതീക്ഷ കൂടിയായിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസത്തെ കളിക്കളത്തിൽ കാണാൻ ലോകം മുഴുവൻ ആഗ്രഹിച്ചിട്ടും ഈ സീസണിൽ അതിന് സാധിച്ചില്ല എന്ന വേദനയ്ക്കിടയിലാണ് ശത്രുക്കളുടെ പോലും കണ്ണു നനയിക്കുന്ന ആ നിമിഷം അരങ്ങേറിയത്. വിജയശ്രീ ലാളിതനല്ല, മറിച്ച് ടൂർണമെന്റിൽ നിന്നുള്ള പുറത്താകലിന്റെ നോവോടെ മൈതാനത്തേക്ക് കടന്നുവന്ന ധോണി തന്റെ സങ്കടം ഉള്ളിലൊതുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ ആ ഉരുക്കുമനുഷ്യനും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒന്നിച്ചു വിരമിച്ച സഹയാത്രികനുമായ സുരേഷ് റെയ്ന ഓടിയെത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒപ്പം സാക്ഷി നിറകണ്ണുകളോടെ തന്റെ ഭർത്താവിന്റെ കാൽക്കൽ വീണു. MS ധോണിയുടെ സ്വന്തം ഗ്രൗണ്ടിലെ അവസാന മത്സരമാണിതെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ധോണി ഒരിക്കലും ഒരു പത്രസമ്മേളനം വിളിച്ചോ മാച്ച് പ്രസന്റേഷൻ വേദിയിൽ വന്നോ തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വളരെ നന്നായി അറിയാം. എന്നാൽ പ്രത്യേകമായി ധോണിയെ കാണാൻ വന്ന റെയ്നയുടെ ഈ ഹൃദയഭേദകമായ ആലിംഗനവും സാക്ഷിയുടെ കണ്ണുനീരും ചെന്നൈ ടീമംഗങ്ങളുടെ വികാരഭരിതമായ മുഖങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇത് MS ധോണിയുടെ അവസാനത്തെ മത്സരം തന്നെയാണെന്നാണ്. ചെന്നൈ ആരാധകരുടെ ഹൃദയം പിളർത്തുകയും അവരെ മുഴുവൻ കണ്ണീരിലാക്കുകയും ചെയ്ത ആ നിമിഷങ്ങൾക്ക് ശേഷം വ്യാധഭ്യാവ വ്യത്യാസമൊന്നുമില്ലാതെ ധോണി വളരെ നിശബ്ദനായി ഗാലറിക്കരികിലൂടെ നടന്ന് ആരാധകരുമൊപ്പം സെൽഫികൾ എടുക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ വിരമിക്കലിന്റെ അവസാന സൂചനയായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിനോ എല്ലാവരെയും കരയിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു പാട്ടിനോ വേണ്ടി മാത്രമാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. കാരണം ധോണി വിരമിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും ഉറപ്പായിരിക്കുന്നു. ഈ ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? MS ധോണി വിരമിക്കണമോ വേണ്ടയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഒപ്പം ഇതുപോലെ നിങ്ങളെ വൈകാരികമായി സ്പർശിക്കുന്ന കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.